നമുക്ക് മണ്ഡലങ്ങളിലേക്ക് പോവാം. എന്താണ് മണ്ഡലങ്ങളുടെ നിലവിലെ സ്ഥിതി, അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയ സാധ്യതകൾ എന്താണ്, ഏതൊക്കെ ഘടകങ്ങളാണ് അവിടെ ചർച്ചയാവുക, ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. കൊല്ലത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. എസ് ജയമോഹൻ LDF വേണ്ടിയും ബിന്ദു കൃഷ്ണ UDF വേണ്ടിയും ഡോക്ടർ N പ്രതാപ് കുമാർ NDAക്ക് വേണ്ടിയും അവിടെ മത്സരിക്കുന്നു. അത് പറയുമ്പോൾ അതിന്റെ പൂർവ്വകാല ചരിത്രം എന്താണ് നിലവിലെ അവസ്ഥ, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരികയാണ്. നമുക്ക് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. PK ഗുരുദാസനാണ് 2011 LDF വേണ്ടി മത്സരിച്ചത്. അവിടെ 57,986 വോട്ടാണ് അന്ന് LDF അടിച്ചെടുത്തത്. KC രാജനായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. 49,446 വോട്ട് UDF നേടി. G ഹരിയായിരുന്നു NDA സ്ഥാനാർത്ഥി. 4,207 വോട്ടായിരുന്നു അവിടെ. അന്ന് LDFന്റെ ഭൂരിപക്ഷം 8,540 വോട്ടായിരുന്നു. ഇനി 2016 വരുമ്പോൾ അടുത്ത കണക്കിലേക്കാണ്. M മുകേഷ് LDF സ്ഥാനാർത്ഥി അവിടെ വരുന്നു. 63,103 എന്ന വലിയ വോട്ട് നില ഉണ്ടാക്കാൻ M മുകേഷിനോട് സാധിക്കുന്നു. സൂരജ് രവിയായിരുന്നു UDF സ്ഥാനാർത്ഥി. 45,492 വോട്ടായിരുന്നു അന്ന് സൂരജ് രവി അവിടെ നേടിയത്. K ശശികുമാർ NDA സ്ഥാനാർത്ഥി. 17,409 വോട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ NDA നേടി എന്നുള്ളതാണ് വസ്തുത. ഭൂരിപക്ഷം 17,611 LDF ഉയർത്തുന്ന കാഴ്ച അവിടെ നമ്മൾ കണ്ടു. ഇനി 2021 എത്തിയപ്പോൾ കഴിഞ്ഞ തവണ അവിടെ M മുകേഷ് വീണ്ടും ജയിക്കുന്നു. 58,524 വോട്ടായിരുന്നു അന്ന് M മുകേഷിന് ലഭിച്ചത്. ബിന്ദു കൃഷ്ണയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. 56,452 ആ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. M സുനിൽ NDA സ്ഥാനാർത്ഥി. 14,252 വോട്ട് M സുനിൽ നേടി. ഭൂരിപക്ഷം 2,072 കുറയുന്ന കാഴ്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇനി വോട്ട് ഷെയർ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ കാണും ഈ വോട്ട് നില എങ്ങോട്ട് മാറി മറിഞ്ഞു എന്നുള്ളത്. അതിന് അനുമാനം അങ്ങനെയാണ്. 2011 LDFന് കിട്ടിയ വോട്ട് നില, വോട്ട് ഷെയർ 50.86%. UDFനത് 43.37, NDAക്ക് 3.69 ആയിരുന്നു 2011. 2016 വരുമ്പോൾ LDF 52.81, UDF 35.19, NDA 13.47. 2021 അതെങ്ങനെ മാറി എന്ന് കാണാം. അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. LDFന് 44.86 കുറയുന്നു. UDFന് 43.27 ആയി കൂടുന്നു. NDAക്ക് 10.93 കുറയുകയും ചെയ്യുന്നു. ഇനി 2026 വരുമ്പോൾ വീണ്ടും നമുക്ക് ആ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളിലേക്ക് പോകാം. LDFന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് M മുകേഷ് അല്ല, അവിടെ S ജയമോഹനാണ് മത്സരിക്കുന്നത്. ബിന്ദു കൃഷ്ണ തുടർച്ചയായി മത്സരിക്കുന്നു അവിടെ UDFന് വേണ്ടി. ഡോക്ടർ N പ്രതാപ് കുമാർ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി വരികയാണ്. ഗോപി, എന്താണ് ഈ നിലയിൽ പുതിയ മുഖങ്ങൾ വരുന്നത് LDFന് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന് മുമ്പുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലുണ്ടായ വോട്ട് ഷെയറിലെ ആ മാറ്റങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് UDFന് കിട്ടിയ ഒരു വലിയ വിഭാഗം LDFന് കിട്ടിയ ഒരു വലിയ വിഭാഗം വോട്ടുകൾ അത് UDFിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണോ വസ്തുത? എന്താണ് കൊല്ലത്തെ ഇത്തവണത്തെ ഒരുപക്ഷെ LDFനൊപ്പം എന്നു നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലൊക്കെ പറയുന്ന കൊല്ലത്തിൽ ഇത്തവണ കാറ്റുമാറി വീശുമോ? പ്രജൻ, കൊല്ലം ജില്ലയെ തന്നെ എടുത്താൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് സമീപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്ന, കണക്കിൽപ്പെടുത്താൻ കഴിയുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെ 11 നിയോജക മണ്ഡലങ്ങൾ, അതിൽ 9 എണ്ണത്തിലും ഇടതുമുന്നണി ആധിപത്യം പുലർത്തുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലം മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചും ഇടതുമുന്നണിക്ക് സാധാരണ നിലയിൽ ഒരു ആശങ്ക ആവശ്യമുണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ. കാരണം 2006 PK ഗുരുദാസൻ അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 11,439 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2011 അത് 8,000 ചില്ലുവാനുമായി കുറഞ്ഞു. പക്ഷേ 2016 M മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നമുക്കറിയാം അവിടെ വലിയ വിമർശനങ്ങൾ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. PK ഗുരുദാസിനെ ഒരു മൂലക്കിരുത്തിയെന്നും അദ്ദേഹത്തെ പാർട്ടി തഴഞ്ഞെന്നും മുകേഷിനെ പോലെ ഒരാളെ, അതായത് രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് കൊല്ലം പോലെ ഒരു ഉറച്ച ഇടത് അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്ര വലിയ രീതിയിൽ അതിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ആ സമയത്ത് ഉയർന്നതാണ്. അവിടെ പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നേരത്തെ 2011 PK ഗുരുദാസൻ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണ് M മുകേഷ് അവിടെ നിന്ന് സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 2021 അപ്പോഴേക്കും മുകേഷിന്റെ ജനപിന്തുണ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനകീയത, അദ്ദേഹം സിനിമാ നടൻ എന്ന നിലയിൽ വലിയ ജനപ്രിയനായ താരമായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത അതിനെ തുടർന്ന് കിട്ടിയില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായി. പക്ഷേ വീണ്ടും 2021 M മുകേഷിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. 17,000 നിന്ന് മുകേഷിന്റെ ഭൂരിപക്ഷം 2,071 അന്നും മുകേഷിന്റെ പ്രധാനപ്പെട്ട എതിരാളി ആ മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയായിരുന്നു UDF സ്ഥാനാർത്ഥി. അന്ന് ബിന്ദുവിന് യഥാർത്ഥത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് കൊല്ലം. ഇത്തവണ പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൊല്ലം മണ്ഡലത്തെ കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം
കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായി കാണുന്നു. കഴിഞ്ഞ തവണത്തെ നേരിയ ഭൂരിപക്ഷം ഇത്തവണ ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. അങ്ങനെ UDF-നെ സംബന്ധിച്ച പ്രതീക്ഷ വളരെ വലിയ രീതിയിലുള്ള ഒരു മണ്ഡലമായി കൊല്ലം മണ്ഡലം രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഇക്കാലത്ത്. അതുകൊണ്ട് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ് ജയമോഹനാണ്. ജയമോഹൻ അവിടെ ജനകീയനാണ്, അദ്ദേഹത്തിന് പിന്നെ അവിടുത്തെ ആളുകൾക്കിടയിലൊക്കെ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ബിന്ദു കൃഷ്ണ തുടർച്ചയായി അവിടെ മത്സരിക്കുകയും അവിടെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വളരെ സുപരിചിതയായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിലെ വോട്ട് വിഹിതമൊക്കെ നോക്കുമ്പോൾ കൊല്ലത്ത് ഇത്തവണ UDF-ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയും എന്നാണ് ഞാൻ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ ജയിച്ചു വരും എന്ന UDF-ന്റെ കണക്കുകൂട്ടൽ ആ അർത്ഥത്തിൽ നമുക്ക് പിന്നെ പരിഗണിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തീർത്ത് പറയുകയല്ല, ഞാൻ പറഞ്ഞത് അതിന് ഉള്ളൊരു മണ്ണ് സാധ്യതയുണ്ട്, അത്രയല്ലേ നമുക്ക് അതിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.